അവസാനം നമുക്ക് എവിടെ ജോലി സാധ്യത ഇവരിപ്പം മൂന്നാല് ഐലൻഡിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് അനൂപ് ഓരോസാണ്. ഞാനിപ്പം 6 മാസത്തോളമായിട്ട് കൂടെയുണ്ട്. ഇതെൻ്റെ 4ാമത്തെ യാത്രയാണ്. ആൻഡമാനിലേക്ക് 2ാമത്തെ യാത്രയാണ്. എൻ്റെ വീട് വരുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ പഠിച്ചത് എറണാകുളം മഹാരാജ് കോളേജിൽ പിന്നെ കേരള യൂണിവേഴ്സിറ്റി കായോട്ട് ക്യാമ്പസ് ആണ് ഞാൻ പഠിച്ചത്. പൊളിറ്റിക്കൽ സയൻസ് നിലവിൽ MA പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളം MA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ഹെഡ് ഓഫീസാണ്. മെയിൻ ബ്രാഞ്ച് മോള് പ്രൊഫഷണൽ ഓഫീസായിട്ട് ഫെഡറൽ ബാങ്കിൽ കല്ലറ ബ്രാഞ്ച് കല്ലറ അതിലേക്ക് വന്നപ്പോൾ BCom കഴിഞ്ഞിട്ട് MBAക്ക് വേണ്ടി കിട്ടാൻ നമ്മൾ പേരൂട്ടിയുടെയാണ് താമസം. ഞാൻ രോഹിതേശൻ, ഇത് ബീന. ഞങ്ങൾക്ക് 2 മക്കൾ, ഒരു മോനും ഒരു മോളും. മോള് ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ചെയ്യുന്നു, തൃശ്ശൂർ ബ്രാഞ്ചിൽ. മോന് CA ആണ്, അയാൾ ലണ്ടനിൽ. വൈഫ് കോപ്പറേറ്റീവ് ബാങ്ക് റിട്ടയർഡാണ്, സെക്രട്ടറി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ പ്രവാസിയായിരുന്നു. ഒരു 28 വർഷം ദുബൈയിലാണ്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് 10 വർഷം സർക്കാരിനെ സേവിക്കാൻ ഇറങ്ങി. പണിയായിട്ട് PWD കോൺട്രാക്ടർ. അത് മതിയാക്കി. എൻ്റെ പേര് ശ്രീകുമാർ, ഭാര്യ ജയലക്ഷ്മി. എൻ്റെ വീട് ഏറ്റുമാനൂർ വേണേൽ പറയാൻ പറ്റും. ജനിച്ചത് തൃപ്പൂണിത്തുറ, വളർന്നത് വൈക്കവും ഏറ്റുമാനൂരും, ഇപ്പം തിരുവനന്തപുരം. അവിടെയും ആരുമില്ല. വൈഫ് ജനിച്ചത് പെരുമ്പാവൂർ, ഇപ്പം തിരുവനന്തപുരം. പുള്ളിക്കാരി ഹൗസ് കീപ്പറാണ്. ഞാൻ ISROയിലായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം CBRD ആവടി, അതായത് കോമ്പാറ്റ് വെപ്പൺസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആവടി. അതിനുശേഷം 1980 ടെക്നോളജി ആൻഡ് മെറ്റീരിയൽസ് ഗ്രൂപ്പിൻ്റെ 2011 റിട്ടയർ ചെയ്തു. 12 മുതൽ അബൽജോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാഞ്ഞിരപ്പള്ളിയിലെ മെക്കാനിക്കൽ കൊറോണ വന്നപ്പോഴത്തേക്കും നിർത്തി. കഴിവൊരു യാത്രകളൊക്കെ തന്നെയാണ്. എൻ്റെ പേര് ഞാൻ അറിഞ്ഞതാണ്. ഈ ദിവസം വിവരങ്ങൾ എൻ്റെ പേര് രാംദാസനാണ്. അല്ല അത് കഴിഞ്ഞില്ലേ, അതൊന്നും പറഞ്ഞുകൂടാ. പിന്നെ ഞാനൊരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സ്കൂളിൽ ക്ലാസ്സായിട്ട് റിട്ടയർ ചെയ്തതാണ് 2020. ഞാൻ കോളേജിലായിരുന്നു, ടീച്ചറായിരുന്നു, ഗവൺമെൻറ് കോളേജിൽ. ഞങ്ങൾ താമസിക്കുന്ന വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് പോളിറ്റിക് ISROയുടെ കുറച്ച് അടുത്തായിട്ടാണ്. ടീച്ചറാണ്.
കുടുംബ പശ്ചാത്തലവും നാട്ടിലേക്ക് താമസിക്കുന്ന തിരുവനന്തപുരം തിരുക്കട റോഡിൽ 60 വയസ്സിൽ റിട്ടയർ ചെയ്തു. എൻ്റെ ഭാര്യ റീത്ത SPT വഴി SBIയിലെത്തി 22-ൽ റിട്ടയർ ചെയ്തു. നമ്മളിങ്ങനെ കോമൻസിനെ സേവിച്ച് നടക്കുകയാണ്. കോമൻസിൻ്റെ 5ാം ട്രിപ്പാണിത്. ഞങ്ങൾ 12-ലാണ് ഫസ്റ്റ് ട്രിപ്പ് പോയത് സിംഗപ്പൂർ, 15-ൽ പോയി. കോവിഡ് ബ്രേക്ക് വന്നു. അത് കഴിഞ്ഞ് സിക്കിം, നേപ്പാൾ, മകള് ഒരു മകള് ഹോസ്റ്റലിലാണ്, ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിലുണ്ട്. അടുത്ത ആൾ ടെക്നോ പാർക്കിൽ തന്നെയുണ്ട്, ഒരു സ്റ്റാർട്ടപ്പിലാണ്. ചെറിയൊരു ഗ്രാമം, ചെറിയൊരു അദ്ദേഹം ശ്രീയുടെ വീടിനൊരു 4 കിലോമീറ്റർ വലിയൊരു ആദ്യമൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് 5 സിസ്റ്റേഴ്സ്, എൻ്റെ ഇളയതാണ്. കഴിച്ച് ഒരു 4 സിസ്റ്റേഴ്സ്, ഒരു ആംഗലയാണ്. എൻ്റെ പേര് ജയമോഹൻ. ഞാൻ നബാർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന അഞ്ചൽ, കൊല്ലം ജില്ലയിലാണ്. നേരത്തെ തിരുവനന്തപുരത്ത് റിട്ടയറിന് ശേഷം ഫാമിലി ഹൗസിലേക്ക് പോയി. ബാക്കി ഭാര്യയുടെ ആരും പറയുന്നത് ഞങ്ങൾ സോമൻസിൻ്റെ 3 എൻ്റെ പേര് ശ്രീജ. ഞാൻ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. റിട്ടയർഡാണ്. 2 മക്കളാണ്. 2 പേര് കാനഡയിലാണ്. ഞാൻ KJ ജോസഫ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇത് എൻ്റെ ഭാര്യ സാൻസമ്മ ജോർജ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. ഞങ്ങൾ ബോട്ടിലേക്ക് കയറാനായി പുറപ്പെട്ടു. രാജീവ് ഗാന്ധിയുടെ പ്രതിമ കാണാം. UPA ചെയർമാൻ സോണിയാഗാന്ധി സ്ഥാപിച്ചതാണ്. ദൂരെ കാണുന്നത് റോസ് ഐലൻഡാണ്. കടലിൽ ധാരാളം നോർത്ത് ബേ ഐലൻഡിലെത്തി. സെമി സബ്മറൈനിൽ ജലനിരപ്പിൽ നിന്ന് 6 അടി താഴ്ചയുള്ള കാഴ്ചകളാണ് സെമി സബ്മറൈനിൽ കാണുന്നത്. സെമി സബ്മറൈനിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഗ്ലാസ് ബോട്ടം ബോട്ടിലേക്ക് ഞങ്ങൾ അടുത്തായി പ്രവേശിക്കുകയാണ്.
ഹൗസ് ബോട്ടിൽ കാഴ്ചകൾ കുറച്ചുകൂടെ വ്യക്തമാണ്. ഇത് പിന്നെ കുറച്ചുകൂടെ കാണാൻ കേട്ടോ. ഇത് കുറച്ചുകൂടെ കാണാം. മീൻ ഇഷ്ടമല്ലോ ഇത്. പലതരത്തിലുള്ള കോറലുകളുടെ സമുച്ചയം കാണാൻ അടിപൊളി. It's a finger coral, इसका नाम फिंगर coral. फिंगर जैसे लगता है ना। हाँ, सब जितना भी देखते सब लाइव है, जिंदा है। जंगल में पेड़ पौधा है ना, ये पानी के अंदर का पेड़ पौधा है। 10 साल में हाफ इंच ही बढ़ता है। जितना भी देखते सब जिंदा होता है, हाफ इंच ही बढ़ता है। जितना देखते सब पानी के अंदर का पेड़ पौधा है। ആയേ. बड़े बड़े दिखते हैं ना, ये भी कोरल है, पत्थर नहीं है। इसका नाम बोल्डर कोरल। ये वाला। हाँ, अच्छा। बोल्डर कोरल बोलते हैं। സാമാന്യം വലിയ സ്റ്റാർക്കില്ലായിരുന്നു. ചെറിയ സ്റ്റാറായിരുന്നു. അതെ ശരിക്കും. ലൂമിനസ്. ഹൗസ് ബോട്ടിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ കരയിലേക്ക് മടങ്ങി. तो जाता है ना आप लोग ग्रुप में। തീരത്ത് വിശ്രമിക്കാനായുള്ള ഷെഡിൽ എല്ലാവരും കയറിയിരുന്ന് ടിഫിൻ കഴിച്ചു. സീവാക്കിനുള്ള അറേഞ്ച്മെൻ്റാണ് അവിടെ കാണുന്നത്. കുറേ പേർ സീവാക്ക് ആസ്വദിച്ചു. മറ്റു ചിലർ സ്നോർക്കലിങ്ങിന് പോയി. അതെന്തായാലും എടുക്കാം. ഇത്രയും
പിന്നെ കുറേ പേർ തീരത്തോട് ചേർന്ന് മുകളിലുള്ള ചെയ്യുന്നു ഞാനിപ്പോഴാണ്. ലൈറ്റ് ഹൗസ് കാണാനായി പോയി. നല്ല സുന്ദരമായ കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ലൈറ്റ് ഹൗസും കണ്ട് അവർ തിരിച്ച് മടങ്ങി വന്നപ്പോൾ എല്ലാവരും കൂടി തിരിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡിലേക്ക് പോയി. നോർത്ത് ബേ ഐലൻഡ് സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡിലേക്ക് എത്തി. നല്ല മഴയായിരുന്നു ഒരു വഴിക്ക്. എല്ലാവരും നനഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഐലൻഡിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. കയറുമ്പോൾ ജാപ്പനീസ് ബങ്കർ കാണാം. 1942 ജപ്പാൻ ഇവിടം പിടിച്ചെടുത്തപ്പോൾ നിർമ്മിച്ചവയാണിത്. അകത്ത് പട്ടാളക്കാർക്ക് ഒഴിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ നിന്നും ദ്വീപിൻ്റെ മുകൾ ഭാഗത്തേക്ക് വഴി വഴിയാണ് പോകുന്നത്. എല്ലാവരും ബഗ്ഗിയിൽ കയറി മുകളിലേക്ക് യാത്ര തിരിക്കുന്നു. ബഗ്ഗി ഡ്രൈവർ ഒരു ഗൈഡ് കൂടിയാണ്. ഇത് ഒരു ചർച്ചാണ്. ഒരു റോമൻ കത്തോലിക് ചർച്ചായിരുന്നു. ഇവിടെ ഒരു ജനറേറ്റർ റൂമുണ്ട്. കുറച്ചു മുമ്പ് കമ്മീഷണറുടെ ഓഫീസ് ഉണ്ടായിരുന്നു. ബഗ്ഗികൾ വന്നും പോയിരിക്കുന്നു. വലതുവശത്തായി ഒരു ബാരക്കാണ് കാണുന്നത്. നേരത്തെ ഇത് ഓഫീസേഴ്സ് ക്ലബ്ബായും ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇത് റിപ്പയർ ചെയ്ത ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്നുണ്ട്. ബാരക്കിൻ്റെ നശിച്ച ഭാഗങ്ങളിൽ ആൽമര കയറി കിടക്കുന്നു. ബാരക്കുകളിൽ നീണ്ട നിരയായിട്ട് കിടപ്പുണ്ട്. ആൽമരത്തിന് കയറി കിടക്കുന്ന ബാരക്ക് കണ്ടാൽ സങ്കടം തോന്നി. ഞങ്ങൾ മുകളിലെത്തി. അവിടെ പുള്ളിമാനുകളെ ധാരാളമായിട്ട് കാണാം. ഏതാണ്ട് 1/2 സ്ക്വയർ കിലോമീറ്റർ വലുപ്പം വരുന്ന ഒരു ദ്വീപാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സായിപ്പന്മാരുടെ ആസ്ഥാനമായിരുന്നിത്. ഒരു യൂറോപ്യൻ ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പള്ളികൾ, കളിസ്ഥലങ്ങൾ, ബാരക്കുകൾ, ക്ലബ്ബുകൾ. അവരുടെ സംരക്ഷണത്തിന് ആയിട്ടാണ് ബാരക്കുകൾ ഉപയോഗിച്ചിരുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത് ഇത് ജപ്പാൻകാർ പിടിച്ചെടുത്തു. യുദ്ധം കഴിഞ്ഞപ്പോൾ അവരെവിടെ നിന്നും പോയെങ്കിലും
അപ്പോഴേക്കും ഈ ദ്വീപ് നശിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് ഇന്ത്യൻ നേവിയുടെ കുറച്ച് ആളുകൾ മാത്രം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. താഴെ ലൈറ്റ് ഹൗസിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയാണ്. ഇത് കാണുന്നില്ല. അത് ഇതെല്ലാം കാണുന്നില്ല. ലൈറ്റ് ഹൗസിനടുത്ത് എത്താറായി. തടി കൊണ്ടുള്ള ഒരു പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ഹൗസ് കണ്ട ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവർ നിന്ന് ഫോട്ടോ എടുക്കുന്നു. വെരി ഗുഡ്. അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് വേണം. അവിടെ ഇല്ലേ? പോറായി. ഒരു വീഡിയോ ഇടാത്ര. എന്നാലും തന്നെ അതിൻ്റെ അകത്ത് വെള്ളം താഴേക്ക് ഇറങ്ങി. ബോട്ടും പ്രതീക്ഷിച്ച് ബോട്ട് ജെട്ടിയിലിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് പോകാം.